ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്കൊരു പാർട്ടി ലുക്ക് ചെയ്ത് നോക്കാം. പാർട്ടി ലുക്ക് മേക്കപ്പ്. പാർട്ടി ലുക്ക് ചെയ്യുമ്പോൾ ഒരു ലെൻസും പാട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലുക്ക് ആകെ എൻ്റെ ഡിഫറെൻ്റ് ആവും. ഞാൻ ഇവിടെ എടുക്കുന്നത് ഹെയ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ഹണി ഷെയ്ഡ് പോലെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലെൻസ് വെയർ ചെയ്യാം. ലെൻസ് വിയറിങ് ഭയങ്കര പ്രോസസ്സാണ്, എല്ലാവർക്കും ഒന്നും ഇത് കഴിയണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കണ്ണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണൊക്കെ ഇവിടെ സെറ്റ് ആക്കാം. ഡിഫറൻസ് നോക്ക്, എൻ്റെ ഈ ഫേസിൻ്റെ ഈ ഭാഗവും തമ്മിൽ അമ്മേ അയ്യോ ചാടുന്നു. ചിലതൊക്കെ നിൽക്കാൻ ഭയങ്കര പാട് വരും കേട്ടോ. ഓക്കെ, നിങ്ങൾ എൻ്റെ വിരൽ കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട, കുറച്ച് ഡൈ ആയതാണ്. ലെൻസ് വെക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ണിന് നല്ല ഇറിറ്റേഷൻ പോലെയൊക്കെ വരും. പക്ഷെ ഇത് നോർമലാണ്. പക്ഷെ വളരെ തടച്ചുകൊണ്ടല്ലോ. ഓക്കെ, നമ്മൾ ലെൻസൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്കിൻ കെയർ ആദ്യം ചെയ്യണം. അത് മസ്റ്റാണ്. ആരും സ്കിൻ കെയർ അവോയ്ഡ് ചെയ്തിട്ട് മേക്കപ്പ് ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിമ്പിൾസ് വരും, പിന്നെ ഒരുപാട് പോസസ് വരും. അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സെറ്റാഫീൽഡിൻ്റെ ടോണറാണ്. ടോണർ നിർബന്ധമൊന്നുമല്ല യൂസ് ചെയ്യണമെന്ന്, പക്ഷെ ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തൊരു സാധനമാണ്. പക്ഷെ ദിസ് ഈസ് വെരി എഫക്റ്റീവ്. ടോണറിന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. റീസെൻ്റ്ലി ഞാൻ ആഡ് ചെയ്തതാണ് ഡെർമാക്കോൻ്റെ നയാസിനമൈഡിൻ്റെ സിറാണ്. ഇതിന് വിറ്റാമിൻ സിൻ്റെയും എല്ലാ സിറം ഉണ്ട്. അപ്പോൾ എനിക്ക് വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഫേസ് ഒന്ന് ഡാർക്കൺ ആയ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സിറം വാങ്ങി. പക്ഷേ ഇത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. പിമ്പിൾസ് വരിക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ബോട്ടിൽ പകുതി ആയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത്. അപ്പം നമ്മൾ ടോണർ യൂസ് ചെയ്തു, സിറം യൂസ് ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് തരം മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഒരുപാട് റീൽസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാനും വാങ്ങിയതാണ്. പക്ഷേ ദിസ് പ്രോഡക്റ്റ് ഈസ് സൂപ്പർ. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല വിലയൊന്നും ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. ഐ തിങ്ക് ഒരു 300 സംതിങ് എത്ര ഉള്ളൂ ഇതിന്. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മളെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, വിട്ടുപോകുന്ന അറിയില്ല. ഇത് നന്നായിട്ട് നമുക്ക് ഫേസിൽ തേച്ച് വെക്കാം. ഓക്കെ, ഇപ്പം സ്കിൻ കെയറിൻ്റെ ഓൾമോസ്റ്റ് ഇല്ല. ഇനി സൺസ്ക്രീനും പാടുണ്ട്. നിങ്ങൾ രാവിലത്തെ പാർട്ടി അങ്ങനത്തേനൊക്കെ പോകുന്ന വെച്ചാൽ, ഉച്ചക്കത്തെ പാർട്ടി അങ്ങനത്തേനൊക്കെ പോകുന്ന വെച്ചാൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് വെയർ ചെയ്യണം. രാത്രിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡേ ആയതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനും പാടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ സൺസ്ക്രീൻ എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കിൻ്റെ റാഡിയൻസ് ഡ്യൂവി സൺസ്ക്രീൻ ആണ്. ഇത് ഇട്ടാലൊരു ഡ്യൂവി ഗ്ലോവി ഫിനിഷ് ചെയ്തിട്ട്. അക്വാലോജിക്കിൻ്റെ സൺസ്ക്രീനൊക്കെ അടിപൊളി സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ സിസ്റ്റേഴ്സും ഞാനാണെങ്കിലും ഒക്കെ അക്വാലോജിക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. ഈസി ടു ഹാൻഡിലാണ്, നല്ല നല്ല ബോട്ടിലാണ് അത്. അതുപോലെ നല്ല സൺസ്ക്രീനും മാമാർത്തിൻ്റെ ഒക്കെ സൺസ്ക്രീൻ അത് യൂസ് ചെയ്യുന്നെങ്കിലും അതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് എനിക്ക് തോന്നുന്നുണ്ട് അക്വാലോജിക്കിൻ്റെ സൺസ്ക്രീൻ. നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വൈറ്റ് കാസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഈ സൺസ്ക്രീൻ വാങ്ങാതിരിക്കാൻ നല്ലത് കേട്ടോ. കാരണം ഇതിന് അത്യാവശ്യം നല്ലൊരു വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. വേണം ഇത് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്ത് ഒരു എടുത്ത്. ഓക്കെ, നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാണ്. മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ബേസായിട്ട് നമ്മൾ കുറച്ച് പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റ്, നല്ല ഭയങ്കര സ്റ്റുഡിയോ എഫക്റ്റ് ആയിരിക്കും. കാരണം നല്ല രീതിക്ക് മേക്കപ്പിങ്ങനെ ചിലരുടെ മേക്കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഇങ്ങനെ വേറിട്ട് നിൽക്കണം കാണാം ഫേസിലൊക്കെ. അതുപോലെ നിൽക്കില്ല. പ്രൈമർ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ലാക്മിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ പ്രൈമർ യൂസ് ചെയ്യണം, ഒന്നും കൂടെ നല്ലത്. നമുക്ക് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ പ്രൈമറാണ്. പ്രൈമർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൈമറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നല്ലൊരു കൺസീലർ നോക്കി സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയ കൺസീലർ കേട്ടോ. ഇത് ഒരുപാട് കാലം ഫ്ലിപ്കാർട്ടിൻ്റെ
കാട്ടിൽ കിടന്ന കൺസീലറാണ് അത്. പക്ഷെ അന്ന് നിങ്ങൾക്ക് മാച്ച് ആവുമോ ഷെയ്ഡ് എന്നുള്ള ടെൻഷൻ ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഇത് ഞാൻ ഇപ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ വാങ്ങിയത് നല്ല കറക്റ്റിൻ്റെ ഷെയ്ഡായിട്ടുണ്ട്. അത് കണ്ണിലൊന്ന് പോയി. ഓക്കെ, ഇങ്ങനെ ഇരിക്കാനാണ് കൺസീലർ വരണമെന്നുണ്ടെങ്കിൽ കണ്ണിന് മേലെ കൂടി ഇവിടെയൊക്കെ ചിലർക്ക് ഇവിടെയൊക്കെ നല്ല, എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് പോലെ ഉണ്ട്. അവിടെ കൺസീലർ ഇടാം. ഓക്കെ, നമുക്ക് ഒരു സ്പഞ്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ച് തന്നെ വേണമെന്നില്ല, കൈ വെച്ചും സെറ്റ് ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. ബ്രഷ് വെച്ച് സെറ്റ് ചെയ്യാം, അതിന് പ്രശ്നമല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്പഞ്ച് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ സ്പഞ്ച് വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തവർ നമ്മുടെ കൈ തന്നെ യൂസ് ചെയ്യട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ കൺസീലറിൽ കഴിഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ കുറച്ച് ബെയ്ഡായി പോലെയൊക്കെ തോന്നും, പക്ഷെ ഗായ്സ് ട്രസ്റ്റ് ദ പ്രോസസ്, എനിക്ക് അത്രയും പറയാം. നെക്സ്റ്റ് നമ്മൾ കളർ ബാറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തുക്കുന്നത്. കളർ ബാറിൻ്റെ ഷെയ്ഡ് ഏത് ഷെയ്ഡ് എന്തെങ്കിലും കാണാൻ കേട്ടോ. ഷെയ്ഡ് നമ്പർ 1 ആണ്. ഷെയ്ഡ് നമ്പർ 1 നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ മേക്കപ്പ് അതുകൊണ്ട് വളരെ സിമ്പിളായ രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടാൽ മതി, നല്ല ഓവറായിട്ട് വേണമെന്നൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിടുന്ന ഫേസിലുള്ള മേക്കപ്പ് എന്തായാലും നമ്മൾ നെക്കിലും ഇടണം കേട്ടോ, അല്ലെങ്കിൽ രണ്ട് നിറത്തിൽ കാണപ്പെടും. സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇവിടെ മിക്സ് കൊടുക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് ഞാൻ എനിക്ക് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ശേഷം ഐഷാഡോ എനിക്ക് അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. ഐഷാഡോ ഇടുന്നവർ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഭാഗത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഇടാണ്. ഐ മേക്കപ്പ് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഐ മേക്കപ്പിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഓവറായോ ഐബ്രോസിൻ്റെ എവിടെയും ജസ്റ്റ് ഹൈലൈറ്റർ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു കർവ് രൂപത്തിൽ ഇത് കാണും. നിങ്ങളെൻ്റെ വിരൽ നോക്കില്ലേ, ഡൈ ആയതാണ്. 2 ദിവസം ഞാനത് പറഞ്ഞു പോവാം. അടുത്തത് എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ടാണ് ബ്ലഷ് ഇടാറുള്ളത്. എനിക്ക് നല്ല ഇഷ്ടം ബ്ലഷ് ഇടാണ്. ബ്ലഷ് ഇടുമ്പോൾ ആ ഒരു പിങ്കിഷ് ഇങ്ങനെ വരില്ല, ഐ ലവ് ഇറ്റ്. ഓക്കെ, ബ്ലഷ് നമ്മളെപ്പോഴും ഈ ഒരു പാർട്ടിന് ഇങ്ങനെ ഇടണം. അതായത് ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ബ്ലഷ് കുറച്ച് കൂടിയൊക്കെ തോന്നും, പക്ഷെ കുറച്ചേക്ക് പോകും. ബ്ലഷ് കുറച്ച് മൂക്കിൻ്റെ ഇവിടെ തട്ടി തട്ടില്ല അങ്ങനെ ആക്കി കൊടുക്കണം. ഇവിടെ ജസ്റ്റ് നമ്മൾ ഫോർഹെഡ്. ബ്രഷിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് കേട്ടോ. ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല, ബ്രഷ്. അപ്പം അങ്ങനെ ബ്ലഷും കഴിഞ്ഞു. എല്ലാം ഒന്ന് പറയില്ല, ട്രസ്റ്റ് പ്രോസസ് ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ഈ കണ്ണെപ്പോഴും എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ട് കേട്ടോ. ഈ ലെൻസ് നിന്നത് ശരിയായിട്ടില്ല തോന്നുന്നുണ്ട്. നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യണം, കണ്ണെഴുതണം, ആൻഡ് ലിപ്സ്റ്റിക്ക് സെറ്റ് ചെയ്യണം, ആൻഡ് ലാസ്റ്റ് നമ്മൾ ഫിക്സിങ് സ്പ്രേ സെറ്റ് ചെയ്യും. നമുക്ക് അടുത്തത് ഐബ്രോസ് സെറ്റ്. ഇതൊരു ഐബ്രോ പെൻസിലാണ്. ഐബ്രോസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുക നമ്മൾ ഈ ഒരു ഭാഗം നല്ല കട്ടിയിൽ കൊടുക്കാതിരിക്കുക. അപ്പം നമുക്ക് നല്ല ബോറായിട്ട് വരും. ഈ ഭാഗത്ത് കൂടി മാത്രം നല്ല കട്ടിയിൽ കൊടുക്കാം. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ടൈപ്പ് ബ്രഷ് നമ്മൾ ഐബ്രോ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഐബ്രോ സെറ്റ് ചെയ്ത് ശരിയാവില്ല, കണ്ണാടിയിൽ പോയിട്ട് ഐബ്രോ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഐബ്രോ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഐലൈനർ. ഐലൈനർ ഒന്ന് ക്യാമറ മുമ്പിൽ നിന്ന് എഴുതി ആകെ കൊള്ളാവും, അതുകൊണ്ട് ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി എഴുതി തരാം. അപ്പം നമ്മൾ ഐലൈനർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐലൈനർ ചെയ്തിട്ടുള്ള അത്ര പെർഫെക്റ്റ് ഒന്നല്ല. നെക്സ്റ്റ് ഒന്നാണ് മസ്കാര മസ്റ്റാണ്. മസ്കാര ഇട്ടാലേ ഉള്ളി കണ്ണിൻ്റെ ഷേപ്പ് വേറെ രീതിയിലാണ്. മസ്കാര ഇട്ടിട്ട് വരാം.
മാസ്ക് ആയിട്ട് നമ്മൾ ലുക്ക് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ലിപ്പ് ലൈൻ ചെയ്യാം. നല്ല ലിപ്പ് ഷേപ്പ് ഉള്ളവരൊക്കെ ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അധികം എല്ലാവരും ലിപ്പ് ലൈൻ ചെയ്ത് തന്നെ ലിപ്സ്റ്റിക് ഇടാൻ ശ്രമിക്കുക. ലിപ്പ് ലൈൻ ചെയ്തിടുമ്പോഴും ഇല്ലാതെ ഇടുമ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് ഓക്കെ. ഏത് ലൈൻ ചെയ്യാം? ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലിപ്സ്റ്റിക് ആണ് അടുത്തത്. ദിസ് ലിപ്സ്റ്റിക്, ഈ ലിപ്സ്റ്റിക്കിന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഇതിന്റെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ആൾമോസ്റ്റ് നമ്മുടെ സിമ്പിൾ പാർട്ടി ലുക്ക് ഡൺ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യും. ഇതിൽ ഹൈലൈറ്റർ ഉണ്ട്, ജസ്റ്റ് ഹെർബിൻ്റെ കാണാം. പക്ഷെ എനിക്ക് ഹൈലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ നല്ലൊരു ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്യാം. ഫിക്സിങ് സ്പ്രേ ഇപ്പോൾ നല്ല ഗ്ലോയി ഫിക്സിങ് സ്പ്രേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗ്ലോയി ഫിക്സിങ് സ്പ്രേസ് ഒക്കെ വരുമ്പോൾ നല്ലതാണ് ഷേക്ക് ചെയ്തിട്ടെടുക്കുക. അല്ലെങ്കിൽ ഈ അടിയിൽ ഇങ്ങനെ ഇതിൻ്റെ ഗ്ലോ കെട്ടി നിൽക്കണം. അപ്പോൾ നമുക്ക് ഫിക്സിങ് സ്പ്രേ വരുമ്പോൾ ആരും അടിക്കുമ്പോൾ ആ ഒരു ഗ്ലോ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. നന്നായി ഷേക്ക് ചെയ്ത ശേഷം ഒരു ഡിസ്റ്റൻസിൽ പിടിച്ചിട്ട് വേണം എപ്പോഴും ഫിക്സിങ് സ്പ്രേ അടിക്കാൻ. അല്ലാതെ നമ്മുടെ മുഖത്ത് നന്നായി കൂർന്നിട്ട് എടുക്കിയത് ഫിക്സിങ് സ്പ്രേ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഷേക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം. ഓക്കെ, ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫേസ് നോക്ക് നല്ല ഗ്ലോ പറഞ്ഞാൽ നല്ല ഗ്ലോ ആണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ഫിക്സിങ് സ്പ്രേ നല്ല ഗ്ലോ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് ക്യാമറ കൂടി കാണാൻ പറ്റും എനിക്കറിയില്ല. എൻ്റെ ഫേസ് നല്ല ഗ്ലോ ഉണ്ട്. ആ ഒരു വെയിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങിട്ടെ സ്പ്രേ അടിച്ചാൽ ഉണങ്ങിട്ടെ ഇങ്ങനെ കാറ്റി വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. നമ്മുടെ മേക്കപ്പ് ഇവിടെ തീർന്നിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാം. അതിന് മുമ്പ് എന്താ ചെയ്യണം എന്നറിയോ? ഈ മേക്കപ്പിന് എടുത്ത സാധനങ്ങൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അതങ്ങനെ അവിടെ ഇട്ട് പോകും. ഇട്ട് പോയാൽ എന്താവും? സാധനങ്ങൾ മിസ്സാവും. സോ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ പാർട്ടി വെയറാണ്. പറ്റുമെന്ന് വെച്ചാൽ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ സെയിം പ്രൊഡക്റ്റിൻ്റെ വേണമെന്നില്ല, നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നല്ല ഹെൽപ്പാണ് ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അതിലേക്കും ടാറ്റാ.